പിണ്ടി ഉണ്ടല്ലോ, റാവൽ പിണ്ടി, 1938 ഞാൻ അവിടെ വെച്ച് എടുത്തതാണ് ഈ ഫോട്ടോ. വേൾഡ് വാറിൽ ഉണ്ണിത്താന്റെ ഉണ്ട ഒന്നുപോലും പിഴച്ചിട്ടില്ല. ഉണ്ണിത്താൻ റൈഫിൾ എടുത്താൽ എതിർ സൈന്യത്തിന്റെ ബറ്റാലിയൻ വാഷ് ഔട്ട് ആകുമെന്ന് കമാൻഡന്റ് ഗ്ലെനിറ്റൻ സാഹിബ് എന്നോട് പറഞ്ഞു. അല്ല, അതൊക്കെ അന്നത്തൊരു കാലം. ദാസ്പൂരിൽ 48 ക്യാമ്പായിരുന്ന സമയം. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ? ഓ ശരി. 14, 15, 16, 17, 18, 19, 20, 21, 22, 23. എന്താ കുറുപ്പേട്ട പതിവില്ലാതെ ഈ സ്ഥലത്തൊക്കെ? സൗമ്യൻ എന്നെ വീട്ടിലിരുത്തുന്നില്ല. ഇരിക്കും. എന്താ കാര്യം? ഏതെങ്കിലും ഒരു കോലഞ്ചേരി ക്രിസ്ത്യാനിയുടെ വീട്ടിൽ ഒരു പെണ്ണ് വിവാഹപ്രായമായാൽ പെണ്ണിന്റെ അപ്പനും അമ്മയും കവലയിൽ ഔസേപ്പച്ചനെ പോയി കാണും. ഒരു കോലഞ്ചേരി നായരുടെ വീട്ടിൽ ഒരു പെണ്ണ് വിവാഹപ്രായമായാൽ നേരെ വന്ന് ഉണ്ണിത്താൻ അദ്ദേഹത്തിനെ കാണും. അതല്ലേ നാട്ടു നടപ്പ്. പൂർണിമ കുട്ടിക്ക് അതിനിപ്പോ കല്യാണപ്രായമൊന്നും ആയില്ലല്ലോ, അവള് പഠിക്കല്ലേ? പെമ്പിള്ളേര് പഠിച്ചു പാസ്സായിട്ട് എന്തിനാണ് ആ സൗമ്യയുടെ ചോദ്യം? ഉണ്ണിത്താൻ ഒരു കാര്യം ചെയ്യും, അവക്ക് പറ്റിയൊരു ചെറുക്കനെ കണ്ടുപിടിക്കണം. പഞ്ഞിപ്പറമ്പത്ത് പെൺകൊച്ചിന് ഒരു ചെക്കനെ കിട്ടാനാ പാട്. എന്താ തറവാട്, എന്താ പാരമ്പര്യം. തറവാട്ട് മഹിമ കൊണ്ട് മാത്രമായോ ഉണ്ണിത്താന്? എത്രയോ കല്യാണങ്ങൾ നടത്തി ശീലിച്ചവനാ ഈ മിലിട്ടറി ഉണ്ണിത്താൻ. ഇപ്പോഴത്തെ ആമ്പിള്ളേരൊക്കെ പുരോഗമന ചിന്താഗതിക്കാരാ. പണവും സ്ത്രീധനവും നോക്കുന്നവരൊക്കെ വെറും കൺട്രികളായിരിക്കും. അണ്ടിയോട് അടുക്കുമ്പോ മാത്രമേ പൊളിപ്പ് മനസ്സിലാവൂ. കുറുപ്പേട്ടനൊന്നും മിണ്ടാതിരിക്കും. ഒറ്റ ആഴ്ചക്കകം ഈ മിലിട്ടറി ഉണ്ണിത്താൻ പിഡിഗ്രി കാർഡുള്ള ഒരു ചെക്കന്റെ തലക്കുറിയും കൊണ്ട് അങ്ങോട്ട് വന്നേക്കാം. എന്താ ഫൗസിയ ഒരു ക്ഷീണം പോലെ? ഫൗസിയ ബീഗത്തിന് നിന്റെ ഇക്കാള് മോശമല്ലല്ലോ. ശരി, പിന്നെ കാണാം. അതാ കുട്ടപ്പൻ വരുന്നുണ്ട്, സുന്ദര കുട്ടപ്പൻ. അവൻ ആള് മഹാപശക. ഇവിടുത്തെ എല്ലാ ന്യൂസും മെൻസ് ഹോസ്റ്റലിൽ എത്തിക്കുന്ന അവനാ. കുട്ടപ്പൻ നാളെ സുന്ദരനായിരിക്കുന്നല്ലോ, 1-2 കൂടിയിട്ട് കിളിത്തിട്ടുണ്ട്. ആഹാ, അങ്ങനെ കളിയാക്കരുത്. കുട്ടപ്പനോട് വരുമ്പോഴേ എന്തോരം മുടി ഉണ്ടായിരുന്നു അറിയാവൂ. എന്നിട്ട് ഇപ്പോഴെന്താ ഇങ്ങനെ? 10-12 വർഷമായിട്ട് പലതരത്തിലുള്ള പെമ്പിള്ളാർ ഇങ്ങനെ കണ്ടു വർഷം തോറും കുറേശ്ശെ മുടി ഇങ്ങനെ കുറഞ്ഞോണ്ടിരിക്കുകയല്ലേ. എല്ലാരും ഒന്ന് ചിരിച്ചേ, കുട്ടപ്പൻ ചേട്ടന്റെ ഒരു വിറ്റ്. ഒരു കത്തുണ്ട്. വാങ്ങിച്ചോടി റീത്തെ, നീയല്ലേ ഈ കോളേജിലെ റൊമാൻറ്റിക് ഹീറോയിൻ? പക്ഷെ ഇത് നമ്മുടെ റീത്ത കുട്ടിക്കല്ല. പിന്നെ നമ്മുടെ പുതിയ കൊച്ചിന്. മിസ് പൂർണിമ കുറുപ്പ്, ഫസ്റ്റ് BDC D ബാച്ച്, സെന്റ് പീറ്റേഴ്സ് കോളേജ്, കോലഞ്ചേരി. എനിക്കോ? പിന്നല്ലാണ്ട് ആർക്കാ? സുന്ദരി കൊച്ചല്ലേ, ഇനി എത്ര എണ്ണം വരാനിരിക്കുന്നു. എന്നാ പിടി. ആരുടെ പൂർണിമ? എനിക്കെങ്ങനെ അറിയാം? എടുക്കടി, നമുക്ക് വായിക്കാം. വേണ്ട വേണ്ട, പിന്നെ വായിക്കാം. എന്താടി രഹസ്യമായിട്ട് വെക്കുന്നത്? അല്ല പ്രേമലേഖന മറ്റാണോ? അല്ല, പ്രേമലേഖനാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിക്കാം. അതാ ഇവിടുത്തെ രീതി. ആരാ എനിക്ക് ലവ് ലെറ്റർ അയക്കാൻ? ഹരികുമാർ സാറ് വന്നിട്ടുണ്ട്. ക്ലാസ്സില്ലാന്ന് വിചാരിച്ച് ഇരുന്ന് സുഖിക്കണ്ട. വാ വാ. ഭദ്രൻ, താനെന്താണ് ക്ലാസ്സിൽ? ചുമ്മാതെ. അല്ല, ഈ പുതിയ PDC പെമ്പിള്ളാരെ ഒന്ന് കാണാൻ വേണ്ടി വന്നാ. കണ്ടു, ഇനി പൊയ്ക്കോളാം. ഐ സേ യു ഗെറ്റ് ഔട്ട്. സാറ് പറഞ്ഞ കേട്ടില്ലേ? വന്നേ വന്നേ. എന്തുണ്ട് വാണശബികളെ എന്തുട്ട് ക്ലാസ് ആരണ്ടത്? ആൾക്കാർ ഇത്ര ധൈര്യമായിട്ട് വന്ന് കേറിയേ ഉള്ളൂ. എന്നിട്ടേ ചെറുകളെ ഞങ്ങൾ കൊണ്ടുപോവാ, ചില കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ട്. എന്താ കൂവൽ നിനക്ക് ഇത്ര ധൈര്യം ഉണ്ടോ? നിനക്ക് നടക്കട പറ്റേ? സോറി, നടക്കട ജ്യൂസ്. എന്തുട്ട് ക്ലാസ് മാങ്ങത്തുലി ക്ലാസ്?
വാട്ട്സ് റോങ് വിത്ത് യു? എന്താ കുട്ടി? വല്ലാത്ത തലവേദന. യു കൻ ഗോ. എന്റെ ജീവന്റെ ജീവനായ പൂർണിമ, എന്താ പൂർണിമ, എന്ത് പറ്റി? ഒന്നുമില്ല, വല്ലാത്ത തലവേദന. എന്താ സമരാണോ? 7ാം ക്ലാസ്സിൽ ഒരു പെൺകുട്ടി മരിച്ചു. ഏതോ മന്ത്രിയുടെ കാറ് കെട്ടിയിട്ടെന്ന് കേട്ട്. ഏത് കുട്ടിയാ? എനിക്കറിയില്ല. എന്താടി നേരത്തെ മന്ത്രിയുടെ കാറ് ആ വഴി വന്നോ? എന്താടി മുഖം വല്ലാണ്ട്? വല്ലാത്ത തലവേദന, അവധിയെടുത്ത് പോകുന്നു. കോളേജിൽ പോകുന്നതൊക്കെ കൊള്ളാം. മന്ത്രിമാരുടെ കാറ് വല്ലതും ദൂരേന്ന് വരുന്ന കണ്ടാ മോള് മാറിക്കണ്ണേ. അപ്പുവേ, എന്താണ്? അടുക്കളയിൽ ജീരേറ്റിന്നില്ലേ ചില്ലറ കാണും, എടുത്തോണ്ട് പോയി 2 അനാസിൻ വാങ്ങിച്ചോണ്ടൊന്ന് കൊടുക്ക. എന്താടി വല്ല പ്രേമലേഖനോ മറ്റാണോ? കോളേജിലേക്ക് പോകുന്നതൊക്കെ കൊള്ളാം. ഏതെങ്കിലും ഒരു ആൺകുട്ടിയോട് സംസാരിച്ചു എന്നറിഞ്ഞാൽ അന്നത്തോടെ ഞാൻ നിന്റെ പഠിത്തം നിർത്തും. ജീവന്റെ ജീവനായ പൂർണിമേ, നിന്റെ സൗന്ദര്യം എന്നെ കീഴ്പ്പെടുത്തിയിരിക്കുന്നു. ഇത്തരമൊരു മോഹം എന്റെ മനസ്സിലുണ്ടായിട്ട് കുറച്ച് ദിവസങ്ങളെ ആയുള്ളൂവെങ്കിലും ഞാൻ നിന്നെയും നീ എന്നെയും പലതവണ പലയിടത്തും വെച്ച് കണ്ടിട്ടുണ്ട്. എന്റെ ഉള്ളിൽ അപ്പോഴൊന്നും തോന്നാത്തൊരു വികാരം ഇപ്പോൾ തോന്നിയിരിക്കുന്നു. അതുകൊണ്ടാണ് കത്തെഴുതുന്നത്. ആദ്യം നിന്നെ ഞാൻ കണ്ടത് എപ്പോഴാണെന്നറിയോ? ഫൗസിയുടെ നിക്കാന്റെ അന്ന്.